തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനാണ് സാധ്യത. ഇത്തവണത്തെ തദ്ദേശ ഇലക്ഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നഗരസഭയിലേക്കാണ് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്നത്. മൂന്ന് കക്ഷികളും രണ്ട് കൈ മുറുക്കിയാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, കോൺഗ്രസ് ഒരു പടി കടന്ന് ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ എല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. മുൻ അരുവിക്കര MLA ശബരിനാഥനായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനവുമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാർ വാർഡിൽ നിന്നായിരിക്കും ശബരിനാഥൻ മത്സരിക്കാൻ പോകുന്നത്. BJP കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PV രാജേഷ് ആകാനാണ് സാധ്യത എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ BJPയുടെ വർക്ക് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷന് രാജീവ് ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല നൽകിയിട്ടുള്ളത്. വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും ശക്തമായ രീതിയിൽ BJP മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ കാര്യം നോക്കുമ്പോഴത്തേക്കും CPM ഒരു പടി പുറകിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ CPM വ്യക്തമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, മേയർ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ പുരുഷ മേയർ ആയിരിക്കും വരാനുള്ള സാധ്യത. കഴിഞ്ഞ തവണ സ്ത്രീ മേയർ ആയിരുന്നു ആര്യ രാജേന്ദ്രനായിരുന്നു കഴിഞ്ഞ തവണത്തെ മേയർ. ഇത്തവണത്തേക്ക് വരുമ്പോഴത്തേക്കും നിലവിലത്തെ മേയറായ ആര്യ രാജേന്ദ്രൻ CPM-ന് വേണ്ടി നഗരസഭയിലേക്ക് മത്സരിക്കില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യയെ അടുത്ത നിയമസഭ ഇലക്ഷനിൽ ഏതെങ്കിലും നിയമസഭാ സീറ്റിലേക്ക് പരിഗണിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ വാർത്ത സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടുത്ത മേയർ സ്ഥാനാർത്ഥികളായിട്ട് CPM ഇപ്പോൾ പരിഗണിക്കുന്നവർ എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് പേരെയാണ്. ഒന്ന് SP ദീപകിനെയാണ്. SP ദീപക് എന്ന് പറയുമ്പോഴത്തേക്കും CPM-ന്റെ നേതാവാണ്. മാത്രമല്ല, CPM ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറിയുമായ SP ദീപകിനാണ് മേയർ സ്ഥാനത്തേക്കുള്ള സാധ്യത എന്നാണ് മാധ്യമങ്ങൾ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്ന് വ്യാഴാഴ്ച CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടാൻ പോവുകയാണ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു മുൻ MP-യെ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ CPIM തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ മുൻ MP ആയിട്ടുള്ള സമ്പത്തിനെയാണ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. മാത്രമല്ല, സീനിയർ നേതാവായ സമ്പത്തിനെ മത്സരിപ്പിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന കരുതലിലാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. സമ്പത്തിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള CPM-ന്റെ ചാല ഏരിയ സെക്രട്ടറിയായ ജയൽകുമാറിന്റെ പേരും പറയുന്നുണ്ട്. ജയൽകുമാറിന്റെ പരിസമ്പത്ത് വളരെ ഗുണകരമായിരിക്കും പറയുന്നുണ്ട്. അത് മാത്രമല്ല, 2016-21 കാലത്ത് VK പ്രശാന്ത് മേയറായിരുന്നു. VK പ്രശാന്ത് പിന്നെ MLA ആയ സമയത്ത് വീണ്ടും മേയറായത് ശ്രീകുമാർ ആയിരുന്നു. ശ്രീകുമാർ മുൻപ് ജയിച്ച വാർഡംഗം കൂടിയാണ്. കരിക്കത്തും ജയിച്ച വാർഡംഗം കൂടിയാണ്. അദ്ദേഹത്തെ വീണ്ടും പരിഗണനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും മേയർ സ്ഥാനത്തേക്ക് ശ്രീകുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ചാല സുന്ദർ, വഞ്ചൂർ ബാബു എന്ന സീനിയറായ CPM-ന്റെ തിരുവനന്തപുരത്തെ നേതാക്കളെ മേയർ സ്ഥാനത്തേക്ക് CPM പരിഗണിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും CPM-ന്റെ ജില്ലാ സെക്രട്ടറിന് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. എന്തായാലും CPM രണ്ട് കൈ മുറുക്കി ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ പോലെ തന്നെ സീനിയറായ നേതാക്കളെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം തദ്ദേശ ഇലക്ഷനിൽ, ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്ന സ്ഥലം തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞാൽ കേരളം പിടിക്കാമെന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും UDF-ഉം LDF-ഉം NDA-യും ഒരേപോലെ തന്നെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.